മനുഷ്യനായാലും മൃഗമായാലും ആ ഒരു ബുദ്ധിമുട്ട് നോക്കിയതേ കരയുന്നു പറഞ്ഞത്. ഇവര് പറഞ്ഞത് ആ പൂച്ച ഇതുവരെ ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പൊ ആ സാധുവിന്റെ ഇടപെടല് ഇഞ്ചക്ഷൻ കൊടുത്തു, വേദനക്കുള്ള ഇഞ്ചക്ഷനാണ് കൊടുത്തിട്ടുണ്ടാവും. ഏതാ സർജറി നിങ്ങൾ തന്നെ പോകുമല്ലോ അല്ലേ? പിന്നെ ശരിക്കും നമുക്കൊരു മാതൃക ഉള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ചെറിയൊരു വാർത്ത അല്ല കേട്ടോ സുഹൃത്തുക്കളെ. എനിക്കും തന്നെ ഭയങ്കര സങ്കടമായി. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണ്. അതിൽ സുധാകരനാണ് എന്നെ വിളിച്ചത്. ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. എന്താ വിഷയം എന്നുള്ളവർ പിന്നെ ഈ പൂച്ച ഉണ്ടല്ലോ. അപ്പോൾ പൂച്ച പിന്നെ ഇതേ ഒരു ഇവിടെ ജോലി ആട്ടേരി ഭാഗത്ത് എവിടെയാണ് ജോലി? നാം കേ മുബാറക്ക്. പൂച്ച പിടിച്ചോ സുഹൃത്തുക്കൾ. അതിൻ്റെ കണ്ണ് പെട്ടെന്ന് എന്തോ നഷ്ടപ്പെട്ടാണ്. ഒരു കണ്ണ് എന്തോ രണ്ട് പൂച്ചകൾ തമ്മിൽ കടിപിടിയിൽ കണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ അവിടെ ജോലി ചെയ്യായിരുന്നു. ഇവൻ്റെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ആ പൂച്ചയെ പിന്നെ സർജറിക്കും വേണ്ടി പിന്നെ ഇദ്ദേഹത്തെ വിളിച്ചു അല്ലേ? ഓട്ടോ രാവിലെ വിളിച്ചതാണ്. പറഞ്ഞോളേ. അപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ മൂപ്പര് വന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ക്യാഷൊന്നും ഇല്ല, കാശ് കമ്പനി 250 രൂപ എൻ്റെ കയ്യിലുള്ളൂ. എവിടുന്നാ വിളിച്ചത്? അപ്പോൾ കോട്ടക്കെന്നാ വിളിക്കുന്ന മൂപ്പര്. അപ്പോൾ നമ്മൾ 250 രൂപ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അവര് പൂച്ച രണ്ടും ആക്രമിച്ച് കാണ്ട് കണ്ണ് പോയതാണ്. ഒരു കണ്ണ് മിസ്സായി പോയി. മിസ്സായത് പൊട്ടിയിട്ട് അത് അതിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പൊ നഷ്ടപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, ഓട്ടോ കയറിക്കോളൂ, കയ്യിൽ പൈസ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അയാൾ പറഞ്ഞത് ഞാൻ 2 ദിവസം ഇതിന്റെ ബാക്കിൽ നടക്കൽ തുടങ്ങിയിട്ട് ഇയാള് ബാക്കിൽ ഇതിന്റെ ഈ പൂച്ചന്റെ പ്രയാസം കണ്ടിട്ട് പൈസ ഇല്ലാഞ്ഞിട്ട് 2 ദിവസമായി ബാക്കിൽ. അയാളതല്ല, മുബാറക് പറഞ്ഞോളൂ. അയാള് പറഞ്ഞത് കയ്യിൽ പൈസ, ഞാൻ 2 ദിവസം ലീവ് എടുത്തിട്ടാണ് ഈ പൂച്ചക്ക് വേണ്ടിയത് നമ്മള് റിസ്ക് എടുത്തിട്ടുണ്ട്. ഇയാള് ജോലി ഒഴിവാക്കിയിട്ടാണ് ഈ പൂച്ചന്റെ വരുത്താൻ. എന്നുവെച്ചാൽ ഇന്നത്തെ കാലം വെച്ചാല് നമ്മൾ മാതൃക കാണിച്ചാൽ അന്യ ആൾക്കാർ ഇന്നിപ്പോ നമ്മൾ ഒരേ റോഡിലൊക്കെ കാണും ആക്സിഡന്റ് ആയി കിടന്നുകൊണ്ട് പൂച്ചകള് ഒന്ന് കാല് പോയിട്ട് കണ്ണ് പോയിട്ടൊക്കെ നിൽക്കണം. പക്ഷെ ആരും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അന്യ സംസ്ഥാന ജോലിക്കാരൻ ഇത്രത്തോളം പരിഗണിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു മനുഷ്യന്റെ അല്ല ജീവൻ ആരുടെ പ്രശ്നമായാലും ഒരു വാല്യൂ നിലനിർത്തണം. കാരണം വെച്ചാൽ ആ ഒരു പൂച്ചയ്ക്ക് അത്രത്തോളം സംഭവിച്ചിട്ട് മൂപ്പര് ജോലി ഒഴിവാക്കിയിട്ടാണ് അതിന്റെ ബാക്കിൽ റിസ്ക് എടുക്കണത്. കാരണം വെച്ചാൽ 2 ദിവസം അവിടെ ലീവായി ആ കോട്ടക്ക് അവിടെ പോയി കാണിച്ച് അവിടുന്ന് നേരെ സർജറിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ പോയി മലപ്പുറം ഓട്ടോ വിളിച്ച് മൂപ്പര് കയ്യിൽ എത്ര ക്യാഷ് ഉള്ളൂ? 250 രൂപ കയ്യിലുള്ളൂ. മൂപ്പര് കയ്യിൽ കുറച്ച് പൈസ ഉള്ളൂ. പക്ഷെ നിങ്ങളെ പേരെന്തേന്നു? എന്റെ പേര് സാദിഖിന്റെ വലിയ മനസ്സുകൊണ്ട് മലപ്പുറത്തേക്ക് വിട്ടരാറിന് അല്ലെ? പൈസ ഒന്നും അവിടെ വിഷയമല്ലാറിന്. എന്നിട്ട് അവിടെ പോയി. മലപ്പുറം എവിടെ പോയത്? മലപ്പുറം നമ്മളെ ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടുന്ന് പറഞ്ഞ് ഇങ്ങനെ സർജറിക്ക് ചെയ്യണം. ഇന്നിപ്പോൾ സർജറി ചെയ്യാൻ കഴിയൂല, ഭക്ഷണം കഴിച്ചിരിക്കണ പൂച്ച, അതുകൊണ്ട് ഇന്ന് സർജറി ചെയ്യാൻ കഴിയൂല. അത് സർജറി റിസ്കിൽ ചെയ്യാം, പക്ഷെ റിസ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് അതിനെന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലോ വെച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞ് ചെയ്യണ്ട. കാരണം വെച്ചാൽ നമുക്ക് മനുഷ്യരും മൃഗങ്ങളൊക്കെ ഒരേ മാതിരിയല്ല, തുല്യതയല്ലേ. അപ്പം നമ്മൾ ചെയ്യണ്ട, ഇന്ന് ചെയ്യണം. പക്ഷെ അതേപോലെ മൃഗം അപ്പൊ 2 രൂപ പരിഗണനയിൽ ഇന്ന് ചെയ്യരുത്, തരിക്കാലം നാളെ ചെയ്യാറുണ്ട്. എന്നിട്ട് അപ്പൊ അയാളിന് കയ്യിൽ ക്യാഷൊന്നും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോ പിന്നെന്താ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞേക്ക് മടങ്ങി പോന്നു. ഏത് ഹോസ്പിറ്റലിന്റെ പേര്? മെഡിക്കൽ ആശുപത്രി. കയ്യിൽ ക്യാഷ് ഇല്ലാതെ ഓട്ടോയിൽ പോകുന്നു. പൈസ ഇല്ല. മൂപ്പർക്ക് ലീവ് എടുത്താണ് മൂപ്പര് വന്നിട്ടുണ്ട്. നിങ്ങളെ കയ്യിലും ക്യാഷ് ഇല്ല, എന്റെ കയ്യിലും ക്യാഷ് ഇല്ല. തിരിച്ചു പോകുന്നു. എന്നിട്ട് എന്താണ്ടായ സംഭവം? സുധാര മൂപ്പര് നിന്നെ വിളിക്കേ? എന്തിനെ വിളിച്ചേ? കയ്യിൽ ക്യാഷ് ഇല്ല, പക്ഷെ ചെയ്യും വേണം. മാഷ വിളിക്കാൻ ചോദിച്ചു. അങ്ങനെയാണ് സുഹൃത്തുക്കളെ എന്നെ വിളിച്ചു. സത്യത്തില് എന്നെ സുധാരൻ വിളിച്ചു. ഇനി പ്രഷർ അറിയാന് ഞാൻ പറഞ്ഞു അതിൽ പൈസ നോക്കണ്ട, നിങ്ങൾ സർജറി ചെയ്തോളി. ഒരു മനുഷ്യന്റെ വാല്യൂ നമ്മൾ ഇതിനുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ കേരളത്തിൽ ഇപ്പൊ മനുഷ്യന്മാർക്ക് വരെ ചില ഏരിയയിൽ വാല്യൂ ഇല്ല. ആ പാലക്കാട് ഇപ്പൊ സംഭവങ്ങളെ കണ്ടു. എനിക്ക് ഞാൻ കുറെ കാലത്തിന് ശേഷം വളരെയധികം കരഞ്ഞൊരു സംഭവമാണ് അത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഇപ്പൊ ഫൈനലി ഇപ്പൊ സർജറിക്ക് വേണ്ടി നാളെ അല്ല മറ്റന്നാളെ നമ്മൾ ചെയ്യൂന്ന് പറഞ്ഞു ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയാ സുഹൃത്തുക്കൾ, അത് കണ്ടില്ല നിങ്ങൾ? ആ ചങ്ങാതി എന്താ പേരെന്താ പറഞ്ഞു? മുബാറക്ക് നോക്കണത് കണ്ടില്ല നിങ്ങള്? എന്താ
ആ സാധു ഞാൻ കണ്ണ് കാണിക്കണില്ല കേട്ടോ, കണ്ണ് ഭയങ്കര സങ്കടമുണ്ട്, ഒരു കണ്ണ് പോയി. ഇനിയിപ്പോൾ എന്താ ട്രീറ്റ്മെന്റ്? ഒരു കണ്ണ് അത് അവിടുന്ന് നമുക്ക് സൂചി അടിച്ചിരിക്കണം, ഇൻഫെക്ഷൻ നമുക്ക് വരാനുള്ള സൂചി 2 സൂചി അടിച്ചിരിക്കണം. വേണ്ട ഇയാൾ കണ്ണിങ്ങനെ കാണിക്കട്ടാ, പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ സങ്കടം വരും. ആ സൂചി അടിച്ചു കൊടുത്തു, 2 സൂചി അടിച്ചിരിക്കണം. പിന്നെ അപ്പൊ ഇനിയിപ്പോ മെഡിസിൻ 5 ദിവസം കൊടുക്കാൻ പറയണം, മെഡിസിൻ കൊടുത്തിട്ട് ഒരു മറ്റന്നാളെ വന്നിട്ട് സർജറി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്താ പണി? എല്ലാ പണി എടുക്കും, തേപ്പ് പണിയാണ് അല്ലേ? വർക്ക് ഉണ്ട്. ആരെവിടെ ഉള്ളത്? ഫാമിലി ഉണ്ടോ? ഫാമിലിയൊക്കെ ഇവിടെ നാട്ടിലാണത്. ഇത് എവിടുത്തെ പൂച്ച? ജോലി സ്ഥലത്തോ? എവിടെ? ആ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പൂച്ചയാണ് അല്ലേ? ഓക്കെ. എന്നാ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ? കൽ ടുമാറോ നെക്സ്റ്റ് ഡേ കൊണ്ടുപോകൂല്ലേ? നിങ്ങളെ കൊണ്ടുപോകും, ചെയ്തോട്ടെ, പൈസ ഞാൻ തരണ്ട കേട്ടോ. എന്നാ ആയിക്കോട്ടെ, ഏതായാലും സന്തോഷം ഉണ്ട് കേട്ടോ. നിങ്ങൾ സർജറി നടത്തിക്കോളി കേട്ടോ, ബാക്കി നമുക്ക് നോക്കാം. പ്രയാസപ്പെടണ്ട, പൈസന്റെ കാര്യത്തിലൊന്നും പ്രയാസം പറ്റില്ല. ഈ സ്നേഹം കണ്ടില്ല നിങ്ങള്? ഇവരാണ് നമ്മൾ ബംഗ്ലാദേശി അറിയാണ്ട് എന്താ കൊന്നത് ആരെയാണ്? ആ ബംഗ്ലാദേശുകാരെന്ന് പറഞ്ഞാണ്ട് അന്യ നാട്ടുകാരെന്ന് പറഞ്ഞാണ്ട് ആ സാധു ഒരു പാവപ്പെട്ട തൊഴിലാളിയെ അടിച്ചു കൊന്ന ആ ഒരു നിമിഷത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ഒരു നമ്മളെ മൃഗത്തോടുള്ള സ്നേഹങ്ങൾ കാണണം. ഇവിടെ മനുഷ്യനും മൃഗങ്ങളൊക്കെ ഇവർക്ക് ഒന്ന് തന്നെയാണ്, നമുക്ക് ഒന്ന് തന്നെയാണ്. അതാണ് ഇതിന് മൂപ്പര് കാണിച്ചു തരുന്നത് നമുക്ക്. പക്ഷെ അവനക്ക് പിന്നെ മറ്റന്നാളെ സർജറിക്ക് പറഞ്ഞിട്ടും ലീവ് എന്ന് പറഞ്ഞ പിന്നെ ലീവ് ആക്കല്ലേ, അതൊരു സർജറിക്ക് ലീവ് ആക്കി അത്രത്തോളം ലീവ് ആക്കിക്കോളാം, എന്താണ് സർജറി ചെയ്തോല എന്നുള്ള മനസ്സ്. സർജറി ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാ. നമുക്ക് ഇതാണ് ഇതിന്റെ മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡോക്ടർ, മെഡിസിനൊക്കെ ഉണ്ട്. സാധു പാവടാ പിസുകാരാ. ഇതിന്റെ എന്താരോ, ഈ പൂച്ചന്റെ എല്ലാ ചെലവും ഞാൻ ഏറ്റെടുത്തു. ഇന്നത്തെ ഓട്ടോ ചെലവും സർജറിന്റെ ചെലവും ഒക്കെ ഞാൻ ചെയ്തോളാം കേട്ടാ. നിങ്ങൾ അതിൽ ഇതാവണ്ട, ഇനി ഓൻ്റെ അടുത്ത് ₹100 മേടിക്കണ്ട, ഇതിന് ഞാൻ തരാം. മലപ്പുറം പോയി കേട്ടാ, നിങ്ങൾ പോയിക്കോളി. മറ്റന്നാൾ സർജറി നടന്നിട്ട് നമുക്ക് കാണാം കേട്ടാ. ഓക്കെ ഇൻഷാ അല്ലാ. പോയിക്കോളി.